എല്ലാവർക്കും FRD ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കണ്ണൂർ ചെറുപുഴയിലാണ്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബയോമെക് 20L ആണ്. 7 കിലോ വേസ്റ്റും 10 ലിറ്റർ വെള്ളവും ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് ഇതിൽ നിന്ന് ലഭിക്കും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ 6 മെമ്പേഴ്സിന് മേലെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വിശേഷങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ലെവലിംഗ് ആണ് ഒരു പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൽ നമ്മൾ ലെവലിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചെരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങിനെ ബാധിക്കും. ഗ്യാസ് ഡൂം സ്റ്റക്കാവും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ലെവലിംഗ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. വാട്ടർ ലെവലാക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇരിക്കുന്ന മണ്ണാണെങ്കിൽ മണ്ണിന് ചെറിയ ചതുപ്പ് നേച്ചർ ഉണ്ടെങ്കിൽ പരമാവധി പ്ലാറ്റ്ഫോം പണിതിട്ട് വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിൻ്റെ കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ബ്രാഞ്ചസ് ഉണ്ടോ, ഡീലർഷിപ്പ് ഉണ്ടോ എന്ന്. ഞങ്ങൾ ഡീലർഷിപ്പ് ക്ഷണിക്കുന്നുണ്ട് ഓൾ കേരള ബേസിസിൽ. ഇപ്പം നമ്മൾ സെൻട്രലി തൃശ്ശൂരിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കൊച്ചിയിലൊരു ഓഫീസുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് സർവീസിനായിട്ട് നമുക്ക് ഏജൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവരത് അറ്റൻഡ് ചെയ്യും. അല്ലാത്ത പക്ഷം ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റാണ് ചെയ്യുന്നത്. മംഗലാപുരം വരെ നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കേരള നമ്മൾ ചെയ്യുന്നത് ഇവിടുന്ന് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യലാണ്. ഞങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് TCA എക്സ്പ്രസ് എന്ന് പറയുന്ന വൈഡ് നെറ്റ്വർക്കാണ്. അവരായിട്ട് നമ്മൾ ടൈപ്പാണ്. അതേപോലെ തന്നെ VRL. ചിലവർ കേരളത്തിൽ തന്നെ ഇൻസ്റ്റലേഷൻ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഡെലിവറിയാണ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇതേപോലെ തന്നെ കേരള റോഡ് വേസിലോ അല്ലെങ്കിൽ ABT പാർസൽ സർവീസിലോ അയക്കുകയാണ് പതിവ്. ഡാമേജസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ വുഡൻ ക്രേറ്റിൽ പാക്കിംഗ് ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് പാക്കിംഗ് ചാർജസ് എക്സ്ട്രയാണ്. വുഡൻ ക്രേറ്റിൽ പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് വിഷമകരമായ കാര്യമാണ്. അതുപോലെ തന്നെ എക്സ്പെൻസീവാണ്. ഡെലിവറി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്ലാന്റ് വെക്കുക, അതിന് ശേഷം കുറച്ച് വെള്ളം അടിയിൽ ഫില്ല് ചെയ്യുക, അതിനുശേഷം കൗഡങ് ഫീഡ് ചെയ്യുക, മിക്സ് ചെയ്യുക, ശേഷം വാട്ടർ ജാക്കറ്റ് ഫില്ല് ചെയ്യുക, പിന്നെ ഗ്യാസ് ഡൂം എടുത്ത് വയ്ക്കുക. വാറണ്ടിയുടെ കാര്യം പലപ്പോഴും ചിലവർ ചോദിക്കുമ്പോൾ 30 വർഷം ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ 30 വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ്. അപ്പം നമ്മൾ ലൈഫ് ടാക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മളിത് പറയുന്നത്. വാറണ്ടിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് മാത്രമാണ്. കാരണം പ്ലാന്റ് ഹാൻഡിൽ ചെയ്യുന്നത് കസ്റ്റമറാണ്. പ്ലാന്റിനെ വർക്കിങ്ങിനെ ബാധിക്കുന്ന എന്ത് കാര്യത്തിനും നമുക്ക് വാറണ്ടി കിട്ടുന്നതല്ല. അത് പ്രത്യേകം വീഡിയോയിൽ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് എന്ത് സംഭവിച്ചാലും വാറണ്ടി കിട്ടുമെന്നാണ്. പ്ലാന്റിന് മാനുഫാക്ചറിങ് ഡിഫക്ട്സ് കൊണ്ട് ഉണ്ടാവുന്ന ക്രാക്കുകളോ അല്ലെങ്കിൽ ലീക്കുകളോ ഇതിനാണ് നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പ്ലാന്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കൗഡങ് ഫീഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കഴിഞ്ഞാൽ പ്ലാന്റിന്റെ വർക്കിംഗ് വാറണ്ടി അവിടെ അവസാനിച്ചു. അതിന് നമുക്ക് ഒരിക്കലും വാറണ്ടി കൊടുക്കാനായിട്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം പ്ലാന്റ് യൂസ് ചെയ്യുന്നത് കസ്റ്റമറാണ്. അതിലെന്ത് വേസ്റ്റ് പോകുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും അതിൻ്റെ വാറണ്ടി നിശ്ചയിക്കുന്നത്. അതുപോലെ ആക്സസറീസിലെ മെയിൻ ഘടകമായ സ്റ്റൗവിന് നമുക്ക് വാറണ്ടി തരാനായിട്ട് 6 മാസമേ കഴിയുള്ളൂ. കാരണം സ്റ്റൗ ഒക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും അതിൻ്റെ വാറണ്ടി. തിളച്ചു പോയത് ക്ലീൻ ചെയ്യാതിരിക്കുക, ബർണേഴ്സ് ക്ലീൻ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സമാഹരിക്കുകയാണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആർക്കെങ്കിലും പ്ലാന്റോ അല്ലെങ്കിൽ ഇൻസിനറേറ്ററോ സോളാർ സംബന്ധമായ എന്ത് കാര്യത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സർവീസ് ആയാലും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ചെറിയ എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. വലിയ കസ്റ്റമറെന്നോ ചെറിയ കസ്റ്റമറെന്നോ നമ്മുടെ കമ്പനിക്കില്ല. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ഗുഡ് ബൈ.